അയ്യോ അയ്യോ, നിന്റെ മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നിന്റെ ഒരു പല്ല് ഞാൻ ഉച്ച ഇന്ന് നിന്നെ പറ്റി ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. എന്നെ അടിയടിച്ചേ. നീയും മോശമൊന്നും അല്ല. നീയല്ലേ തുടങ്ങിയത്. നീ ചോദിച്ചു വാങ്ങിയതല്ലേ. എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ പറിക്കാൻ വെച്ച പല്ല് നിന്റെ അടിയോണ്ട് ഇങ്ങ് പോന്നു. 100 രൂപ ലാഭം. സാറേ, ഈ ടിൻഡു എന്നെ ചെരുപ്പോണ്ട് തല്ലി. അത്രക്കായോ? കളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയോ? ടിൻഡുവിടെ ഇവിടെ വന്നേ. ടിൻഡു, നീ ഇവനെ ചെരുപ്പ് കൊണ്ട് തല്ലിയോ? തല്ലി സാർ, അതവൻ പറഞ്ഞിട്ടാ. അവൻ പറഞ്ഞിട്ടോ? അതെ സാർ, ചെളി ചവിട്ടിയ ചെരുപ്പുമായി ക്ലാസ് കയറരുതെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട്? അപ്പൊ ഞാൻ പറഞ്ഞു ചെരുപ്പിനടിയിൽ ചെളി ഇല്ലെന്ന്. അപ്പൊ അവൻ പറയുവാ, എന്നാ ചെരുപ്പിനടിയൊന്ന് കാണട്ടെ എന്ന്. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് ഊരി ഒരു അടി കൊടുത്തു. ശരി ശരി, ഇന്നലെ പഠിപ്പിച്ച എല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താ ടിൻഡു, എല്ലാം തറുവാക്കിയോ? അങ്ങനെ മാത്രം പറയരുത് സാർ. ടിൻഡു കുരുത്തക്കേട് കാണിക്കും, അടിപിടി കൂടും. പക്ഷേ ഒരിക്കലും ഒരു തറയാകില്ല സാർ. അതല്ലടാ, ഇന്നലെ ക്ലാസ്സിലെടുത്ത എഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ മനപ്പാടമാക്കിയോ എന്നാണ് ചോദിച്ചത്. അവരൊക്കെ ആരാ? പുതിയ അഡ്മിഷനാണോ? എന്തായാലും എനിക്കറിയില്ല. എഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടൽ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കിഴിക്കൽ. അതിനാണോ ഈ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയണേ? ടിൻഡു, നിനക്ക് കൂട്ടാനറിയുമോ? എനിക്കിഷ്ടം മീൻ കൂട്ടാനാ. അതല്ലടാ, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാനറിയോന്ന്. കുറച്ചൊക്കെ അറിയും. എന്നാ ഞാനൊരു കണക്ക് തരാം. ഈശ്വര, പെട്ടു. 3ൽ നിന്നും 3 കൂട്ടിയാൽ എത്ര? 3ൽ നിന്നും 3 കൂട്ടിയാൽ 7. എടാ മണ്ടാ, തെറ്റിയല്ലോ. 100 കൂട്ട്. ശരി, 8. എടാ, അതും തെറ്റി. നീ ഒന്നുകൂടെ കൂട്ട്. ശരി, എന്നാൽ 9. ഇതെന്താടാ കൂടിക്കൂടി വരുന്നത്? ഓരോ പ്രാവശ്യം ഉത്തരം പറയുമ്പോ സാറല്ലേ പറഞ്ഞേ ഒന്നുകൂടെ കൂട്ട്, ഒന്നുകൂടെ കൂട്ട്.